Opening hours with MyFin. അതായത് നമുക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസൊക്കെ അറിയേണ്ടതുണ്ട്. അതിനായി തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്ര സി സാറാണ്. സാറിനെ ഷോയിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. ഗുഡ് മോർണിംഗ്, താങ്ക് യു. സാറിന് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ഇന്ന് തുടക്കം മുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. 0.32% നേട്ടത്തിൽ 82 പോയിൻ്റ് നേട്ടമാണ് നമുക്ക് കാണുന്നത്. 25,921 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50 ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ നിഫ്റ്റി 50യിൽ ഏതൊക്കെയാണ്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ 26,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടില്ല, താഴോട്ട് വന്നു. അതിനുശേഷമുള്ള ഒരു പുൾ ബാക്ക് ആണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ റീസൺ ഒക്കെ തന്നെ നിങ്ങൾ വെൽ ഹാൻഡിൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ടെക്നിക്കൽ ഒരു മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട് 26 എബോ. ബട്ട് അവിടെയും സസ്റ്റൈനബിലിറ്റി ഒരു ക്വസ്റ്റ്യനായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ 26,000 എബോ പോകാനുള്ള സാധ്യത ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. ബട്ട് അടുത്ത ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26 to 50, 300 ആ ഒരു ലെവൽ തന്നെയാണ് എപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് 26-ന് മുകളിലോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു മൂവ്മെന്റ് ഇതെന്ന് പറയുന്നത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു, അതിന്റെ ക്ലോസിംഗ് എങ്ങനെ വരുന്നു എന്നത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളും ഇൻഡെക്സുകളും തന്നെ ഇപ്പോ ചെറിയൊരു ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ അതൊരു ഒരു ഹോൾഡിംഗ് സൈഡ് ബേസിലേക്ക് ജസ്റ്റ് 1-2 ദിവസത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു 26 എബോ വരുന്ന ഒരു മൂവ്മെന്റ്സ് തന്നെയാണ്. അപ്പോൾ ഒരു അൺസർട്ടൻസി നിലനിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരും. ബട്ട് നമ്മളൊരു പോസിറ്റീവ് ബയാസിൽ നിലനിൽക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇമ്മീഡിയറ്റ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,800 ആണ്. സർ, ബാങ്ക് നിഫ്റ്റി നമുക്കിത് ഏകദേശം ഒരു സമാനമായൊരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 59,398 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് തുടരുന്നത്. അതായത് 179 പോയിൻറ്റിൻ്റെ നേട്ടം കാണുന്നുണ്ട്. 0.3% നേട്ടമാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ബാങ്ക് നിഫ്റ്റി നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് വിസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള 60,000 മുകളിൽ വീണ്ടും ട്രേഡിംഗ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് മുകളിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. 700 പോയിന്റ് 800 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് ഇമീഡിയറ്റ് വരാൻ സാധ്യതയുണ്ട്. 60,000 ഇപ്പോൾ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള ഒരു അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് നമുക്ക് കമ്പയർ ടു നിഫ്റ്റി നോക്കുമ്പോൾ ഇതിൽ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ എന്ന നിലയിൽ അത് പോസിറ്റീവ് ബയസിലേക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ അതിനുശേഷം ഒരു പുതിയ ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നു അടുത്ത 1-2-3 സെക്ഷനിലോട് കൂടി. കാരണം പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ആ വ്യൂ കാണുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രാറ്റജിയിലായിരിക്കും നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 58,200 ഒക്കെയാണ് ഇവിടെയും സപ്പോർട്ട് സോൺ ഉള്ളത്. ബട്ട് ഇപ്പോഴത്തെ മൊമെന്റിൽ ഒരു പോസിറ്റീവ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വിസിബിൾ ആണ്. ഗുഡ് മോർണിംഗ് അനീഷ്. സൂരജ് ഹിയർ. ഗുഡ് മോർണിംഗ് അനീഷ്, നമ്മളെ ഈ മാർക്കറ്റിൽ ഒന്ന് ടെക്നിക്കൽസ് നോക്കുമ്പോൾ ഞാനിന്ന് നോക്കുമ്പോൾ മിക്ക സെക്ടേഴ്സും എല്ലാ സെക്ടേഴ്സും ജസ്റ്റ് 0.21%, 0.38% അപ്പാണ്. അതായത് ബ്രോഡായിട്ട് എല്ലാം ഗ്രീനിലാണെന്ന് കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. എന്നാൽ ഒറ്റ സെക്ടറിലും വലിയൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്പോ അല്ലെങ്കിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റോ കാണുന്നില്ല. അനീഷിന് തോന്നുന്നുണ്ടോ, അതായത് അനീഷിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാർക്കറ്റിൽ ഒരു ലീഡർഷിപ്പിൻ്റെ ക്രൈസിസ് ഉണ്ട്? അതായത് ഒരു സെക്ടറോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ ഒരു ഹെവി വെയിറ്റോ മാർക്കറ്റിൻ്റെ മുകളിലേക്ക് പുള്ളിയാനില്ല. ഒന്നാമത് നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു AI ട്രേഡ് ഇല്ല എന്നുള്ളത് നമുക്ക് വലിയൊരു നെഗറ്റീവ് കാര്യം. US മാർക്കറ്റിനെ നോക്കുമ്പോഴും ഭൂരിഭാഗം റിട്ടേണും തന്നിരിക്കുന്ന ഒരു AI ട്രേഡാണ്. മറ്റുള്ള സ്റ്റോക്സിനെ കൊണ്ട് വലിയ ഗുണമുണ്ടായില്ല. എന്നാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്നുള്ള കാര്യം അറിയാം. നമ്മൾ ഇന്നും പഴയ പോലെ ഓയിൽ ആൻഡ് ഗ്യാസും ഓട്ടോമൊബൈലും പ്രൈവറ്റ് ബാങ്കും PSU ബാങ്കും NBFCയും ഫാർമയും ഒക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഞാൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ എസ്പെഷ്യലി ഡേ ബിഫോർ യെസ്റ്റർഡേ ഉണ്ടായിരുന്ന ആ ക്യാപിറ്റുലേഷൻ, ആ ഒരു ക്യാപിറ്റുലേഷൻ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ലീഡർഷിപ്പ് ഇല്ല എന്ന് അനീഷ് തോന്നുന്നുണ്ടോ? എക്സാക്ട്ലി. നമ്മൾ കുറച്ച് കാലമായിട്ട് അത് ലാക്ക് ചെയ്യുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. കാരണം കുറച്ചു കാലമായിട്ട് നമ്മളത് ലാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എമർജ് ചെയ്ത് വരുന്നില്ല എന്നുള്ളത്. കാരണം കുറച്ച് ദിവസം നമുക്ക് ഓട്ടോ ഡ്രൈവ് ചെയ്തിരുന്നു, അതിനുശേഷം ബാങ്കുകൾ ഡ്രൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് നമുക്ക് ലാക്ക് ചെയ്യുന്നുണ്ട്.
ബട്ട് ഇവിടെ എല്ലാം കൂടെ കളക്റ്റീവായിട്ട് വരുന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ഇതിൽ മാറി മാറി ഓരോ സെഗ്മെന്റ് മാറി മാറി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം നമുക്ക് IT ഒരു സപ്പോർട്ട് തന്നിരുന്നു. അതേപോലെ തന്നെ PSU ബാങ്കിന് ശേഷമാണ് IT സപ്പോർട്ട് തന്നിരുന്നത്. ഇപ്പൊ ആ ഒരു ചെയിന് വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒരു ലീഡർഷിപ്പിനപ്പുറം ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടും കൂടെ അവിടെ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലും ഒരു സന്തോഷമാണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എന്നൊക്കെ പറയും പോലെ നമ്മൾ എല്ലാത്തിനും ഒരു ബാലൻസിങ് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും കൂടെ കാണേണ്ടതുണ്ട്. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിൻ്റെ ചാർട്ട് ഒന്ന് എടുത്തു വയ്ക്കുക. കാരണം ഞാനത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ അനീഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം എല്ലാ സെക്ടറും ഓരോ ദിവസവും ചെറിയ ചെറിയ സപ്പോർട്ട് തരുന്നുണ്ടെന്നുള്ള എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാനും അത് തന്നെയാണ് പേടിക്കുന്നത്. കാര്യം ഈ ഇയർ എൻഡ് ആകുമ്പോൾ സാധാരണ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു പരിപാടിയുണ്ട്. ഏതാണ്ട് 7 ട്രില്യൺ 7 ലക്ഷം കോടിയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ സാധാരണ ജനങ്ങൾ സിപ്പ് എന്നുള്ള ഫോർമാറ്റിലും മറ്റേ ഫോർമാറ്റിലും പൈസ കൊടുത്തിരിക്കുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് സാധാരണ കൊല്ലം അവസാനം ആവുമ്പോൾ ഇയർ എൻഡ് ആവുമ്പോൾ അവർ ഈ NAV പ്രോപ്പപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊരു നിഫ്റ്റി മാനേജ്മെൻറ്റ് നടത്താറുണ്ട്. കാര്യം അവരുടെ കൂടുതൽ പൈസയും നമുക്കറിയാലോ FIIസിൻ്റെ സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പൈസയും മ്യൂച്വൽ ഫണ്ട് യൂസ് ചെയ്യുന്നത്. ആ സെല്ലിങ് അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വളരെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള IPOനെ എന്താ പറയുക ഒരു സക്സസ്ഫുൾ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ പൈസ ഇതുവരെ മ്യൂച്വൽ ഫണ്ട് യൂസ് ചെയ്തതെന്നുള്ള. ബാക്കിയുള്ള കാശ് ഉപയോഗിച്ച് ഈ NAV പ്രോപ്പപ്പ് ചെയ്യുക എന്നുള്ള സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു സെക്ടറിൽ നിന്ന് മാറി മാറി പിടിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു സെക്ടർ റൊട്ടേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്നുമില്ല. ഏതായാലും ആ കാര്യം മാറ്റി വെച്ചിട്ട് എനിക്ക് അനീഷിൻ്റെ നിന്ന് അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഗ്ലോബലി ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സിനാരിയോ ആണെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ചിലപ്പോൾ ഫെഡ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പൈസ വിൽ ഫ്ലോ, മണി വിൽ ഫ്ലോ ഇൻ ടു റിസ്കിയർ അസറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മെറ്റൽ കമ്പനീസിന് ഇമ്പോർട്ടൻസ് വരുമോ? ഈ മെറ്റൽ കമ്പനീസിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടോ മെറ്റൽ ഇൻഡെക്സിൽ അനീഷ്? നമ്മൾ മെറ്റൽ ഇൻഡെക്സിൽ കുറച്ച് കാലമായിട്ട് ഒരു മൂവ്മെന്റ്സ് വന്നിരുന്നു. കാരണം നമ്മൾ കുറച്ച് ഫാർ എവക്കട്ടാണ് എന്നുള്ളതാണ് എനിക്ക് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഹെവി വോളിയത്തോടു കൂടിയാണ് കഴിഞ്ഞ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നമ്മൾ മെറ്റൽ ഇൻഡെക്സിൽ ഒരു മൂവ്മെന്റ്സ് കണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് മുന്നിലായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ഈ ഒക്ടോബർ ശേഷം ഒരു ചെറിയ ബാലൻസിങ് വന്നു. അതിനുശേഷമുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് വീണ്ടും വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ ആന്റിസിപ്പേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചാർട്ടിൽ കാണാം. നല്ല ഹെവി ആയിട്ടുള്ള വോളിയം പോപ്പപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ കൺസോളിഡേറ്റഡ് മൂവ് വന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു മൂവ്മെന്റ്സ് വരുന്നുണ്ട്. ആ ഒരു മൂവ്മെന്റ്സിലാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് മൂവ്മെന്റ്സ് കഴിഞ്ഞു, ഒരു സെക്കൻഡറി മൂവ്മെന്റ്സ് മാർക്കറ്റിൽ വരുന്നു വിത്ത് വോളിയം ഇംപ്രൂവ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഒരു നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു മൂവ്മെന്റ്സിന് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ വരുന്ന മൂവ്മെന്റ്സ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ഈ ഡൗൺ ട്രെൻഡിൽ പോയിട്ട് അത് അപ്പൊ തന്നെ അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ തന്നെ റിക്കവറിക്ക് വരുന്നു. അതാണ് ഈ ഇൻഡെക്സിനെ ഡിഫറെന്റ് ആക്കുന്ന മറ്റ് ഇൻഡെക്സുകളിൽ നിന്ന്. കാരണം കുറച്ച് ഡൗൺ ട്രെൻഡ് ഒരു കണ്ടിന്യൂഷൻ അവർ കൊടുക്കുന്നില്ല, അതിനെ റിക്കവറിയിലേക്ക് മാറ്റുന്നു. അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അനീഷ്, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കൂടെ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ട്രേഡ് ഒരു ബബിളാണ് US മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണമെന്നും, അതുമാത്രമല്ല ലാസ്റ്റ് 6 മാസം നോക്കുകയാണെങ്കിൽ ആപ്പിൾ പോലെയുള്ള സ്റ്റോക്കുകൾ മറ്റുള്ള AI ബേസ്ഡ് സ്റ്റോക്കുകളെക്കാളും NVIDIയെക്കാളും കൂടുതൽ റിട്ടേൺ തന്നിരുന്നു. S&P 500നെയും ഔട്ട് പെർഫോമൻസ് ചെയ്തിരുന്നു. അതായത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്, ഒരു IP ബേസ്ഡ് കമ്പനിയാണെന്നുള്ള. അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡിനുള്ള റെലവൻസ് കുറഞ്ഞു വരുന്നു എന്നുള്ള. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡ് നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന AI ഹാർഡ്വെയർ കമ്പനീസാണ്. അതായത് NVIDIA അല്ലെങ്കിൽ AMD, ഇൻ്റലൊക്കെയാണ്. അതൊരു പക്ഷേ ഒരു ലെവൽ വരെ പോയി കഴിഞ്ഞാൽ ഇനി മണി ഫ്ലോ ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സെക്കൻഡ് ടിയർ ഓഫ് കമ്പനീസ്, അതായത് ഈ ജനറേറ്റീവ് AIs ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനീസിലേക്കായിരിക്കാം വരുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസായ TCSും മറ്റുള്ള കമ്പനീസും LTI മൈൻട്രിയും പോലുള്ള കമ്പനികൾ, ടെക് മഹീന്ദ്ര അല്ലെങ്കിൽ ഇൻഫോസിസ് പോലെയുള്ള കമ്പനികൾ ബെനിഫിറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ എന്തെങ്കിലും മൂവ്മെൻറ്റ്, അതായത് ലാസ്റ്റ് 2 മാസമായിട്ട് നിഫ്റ്റി IT ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. മുകളിലോട്ട് കയറിയില്ലെങ്കിലും വലിയൊരു റെസീലിയൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ IT ഇൻഡെക്സ് എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ടോ? സംതിങ് നമ്മുടെ നോർമൽ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിഫ്റ്റി IT ഇൻഡെക്സ് പറയുന്നുണ്ടോ അനീഷ് അതിൽ? ഞാൻ അവിടെ ഈ IT ഇൻഡെക്സിൽ എന്തായാലും സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പോസിറ്റീവാണ്. എൻ്റെ ഒരു വ്യൂ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനത് പോസിറ്റീവാണ്. അതിനുള്ള കാരണം നമ്മൾ കുറച്ചു കാലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മെയ് മുതലുള്ള ചാർട്ടിൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡെയിലി ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലൈസേഷൻ മൂവ്മെന്റ്സ്, ഈ ഒരു സ്റ്റെബിലൈസ് അല്ലെങ്കിൽ സൈഡ് ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ എന്ന് നമ്മൾ ടെക്നിക്കലി പറയുന്ന ഒരു മൂവ്മെന്റ്സ്,
അത് വരാൻ പോകുന്ന ഒരു വലിയ മൂവ്മെന്റ്സിന്റെ ഒരു സൈലന്റ് പാർട്ടാണ്. നമ്മൾ എപ്പോഴും നോക്കിയാൽ അങ്ങനെയാണ്. കാരണം ഇവിടെയെല്ലാം തന്നെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് ഇൻഫോംഡ് അല്ലെങ്കിൽ റിസർച്ച് ഹോൾഡേഴ്സ് ഇങ്ങനെയുള്ള ആളുകളാണ്. കാരണം ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഓരോ ഫേസിലും നമുക്ക് അറിയാമല്ലോ ആരൊക്കെയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ വെരി വെൽ ഇൻഫോംഡ് ആളുകളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ്സ് വരുന്നത് വളരെയധികം കൺസോളിഡേറ്റഡ്. നമ്മൾ നോക്കൂ, കഴിഞ്ഞ ഒരു മാസം നവംബറിന്റെ വോളിയം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നവംബർ ഈ ഡിസംബർ വരെയുള്ള വോളിയം വെറുതെ ഒന്ന് അനാലിസിസ് ചെയ്താൽ മതി. അവിടെ വോളിയം ഇംപ്രൂവ് ചെയ്യുന്നു, ബട്ട് അതിനനുസരിച്ച് പ്രൈസ് മൂവ്മെന്റ്സ് വരുന്നില്ല. അപ്പൊ അതെന്ന് വെച്ചാൽ ബാർഗെയിനിങ് ബൈ ആണ് നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്നത്. ഈ ബാർഗെയിനിങ് ബൈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ റിസർച്ച് ചെയ്ത് വളരെയധികം ക്ലാരിറ്റിയോടുകൂടി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വാല്യൂ ബൈങ് ആണ്. അപ്പൊ അവർക്ക് പ്രൈസ് മൂവ്മെന്റ്സ് അല്ല അവിടെ ആവശ്യം, അവിടെ ബാർഗെയിനിങ് ബൈ ആണ്. അപ്പൊ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ സ്പെക്കുലേറ്റേഴ്സ്, റീറ്റെയിലേഴ്സ്, നമ്മളൊക്കെ അവിടെ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് വളരെ പോസിറ്റീവാണ്. കൺസോൾട്ടേറ്റ് മൂവ് ആണ്. വരാൻ പോകുന്ന വലിയ മൂവ്മെന്റ്സിന്റെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ഇപ്പോൾ IT ഇൻഡെക്സ് ചെയ്യുന്നത്. അത് നമ്മൾ കാത്തിരുന്ന് വാച്ച് ചെയ്യുക. ഞാൻ എന്റെ അഭിപ്രായത്തിൽ വളരെ പേഴ്സണലി വളരെ ഇതായിട്ട് പറയുകയാണ്, എനിക്ക് തോന്നുന്നു വലിയൊരു മൂവ്മെന്റ്സ് വരാനുണ്ട്. ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് വരുന്നത്. ആ സമയത്ത് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യും. ബട്ട് അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് അവിടെ പ്രൈസ് ചെയ്തിരിക്കും. ബട്ട് ബാക്കിയുള്ള ആളുകൾ ഫോളോ ചെയ്യുമ്പോഴേക്കും വാല്യൂഷനിലെ മാറ്റവും ഉണ്ടാവാം. എന്തായാലും ഞാൻ പോസിറ്റീവാണ്. വളരെയധികം ക്ലാരിറ്റിയോട് കൂടി വലിയൊരു ബ്രേക്കപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്, ഹയർ അപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മളത് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണമെന്ന് തന്നെയാണ്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. Opening hours with MyFin.